108 ആംബുലൻസ് ജീവനക്കാർ അനിശ്ചിതകാല സമരത്തിലേക്ക്. ശമ്പളം ലഭിക്കാതായ സാഹചര്യത്തിലാണ് ജീവനക്കാർ സമരത്തിലേക്ക് നീങ്ങുന്നത്. ജൂൺ മാസത്തെ ശമ്പളം ഇപ്പോഴും 108 ആംബുലൻസ് ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. സാധാരണഗതിയിൽ 7-ാം തീയതിയാണ് ശമ്പളം നൽകാറുള്ളത്. എന്നാൽ ജൂലൈ മാസം 15 ആയിട്ടും ജൂൺ മാസത്തെ ശമ്പളം ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് പോകാൻ ഇപ്പോൾ 108 ആംബുലൻസിലെ ജീവനക്കാർ നിർബന്ധിതരായിരിക്കുന്നത്. ഏതാണ്ട് 300-ലധികം 108 ആംബുലൻസുകളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. ഈ വാഹനങ്ങളിലെ മുഴുവൻ ജീവനക്കാരും നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള സ്വകാര്യ കമ്പനിക്കാണ് ഈ 108 ആംബുലൻസുകളുടെ നടത്തിപ്പ് ചുമതലയുള്ളത്. ഹൈദരാബാദ് ആസ്ഥാനമായ EMRI ഗ്രീൻ ഹെൽത്ത് എന്ന കമ്പനിയാണ് 108 ആംബുലൻസുകളുടെ നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ കമ്പനിയാണ് ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ടത്. എന്നാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കമ്പനിക്ക് ലഭിക്കാനുള്ള ഭീമമായ തുക, ആ തുക ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ഏതാണ്ട് 70 കോടിയോളം രൂപ സർക്കാർ ഈ കമ്പനിക്ക് നൽകാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പണം നൽകാത്തത് കൊണ്ട് തന്നെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. ഏതാണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ജൂൺ മാസത്തെ ശമ്പളം നൽകാൻ പണമില്ല എന്ന് കാട്ടിക്കൊണ്ട് ഈ കമ്പനി രേഖാമൂലം സർക്കാരിന് കത്ത് നൽകിയിരുന്നതാണ്. എന്നാൽ അതിനുശേഷവും പണം നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ശമ്പളം നൽകാൻ സാധിക്കാത്തൊരു ഒരു അവസ്ഥയിലാണ് ഈ കമ്പനി ഉള്ളത്. ഇത് രോഗികളെ വളരെ ഗുരുതരമായി തന്നെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിലവിൽ 108 ആംബുലൻസുകളുടെ സേവനം ലഭ്യമായിരുന്നു. എന്നാൽ നാളെ മുതൽ അതുണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപകടത്തിൽപ്പെടുന്ന ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കും. അത്തരം എമർജൻസി കേസുകൾ മാത്രമാണ് നാളെ മുതൽ അവർ കൈകാര്യം ചെയ്യുക. അല്ലാതെ ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള ജോലികളിൽ നിന്ന് നാളെ മുതൽ വിട്ടുനിൽക്കുമെന്നാണ് ഇപ്പോൾ ആംബുലൻസ് ജീവനക്കാർ പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇത് രോഗികളെ വളരെ ഗുരുതരമായി തന്നെ ബാധിക്കും. വലിയ സാമ്പത്തിക ബാധ്യത രോഗികൾക്ക് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയെ സൗജന്യമായാണ് 108 ആംബുലൻസുകളിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ എത്തിച്ചിരുന്നത്. ഇനി അത് ഈ രോഗികൾ സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ പണം നൽകി ആംബുലൻസുകൾ വിളിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. മുൻപ് പലപ്പോഴും സമാനമായ പ്രതിസന്ധി ഈ 108 ആംബുലൻസ് ജീവനക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. ശമ്പളം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ചർച്ച നടത്തി 7-ാം തീയതിക്കുള്ളിലായി ശമ്പളം നൽകാമെന്നൊരു വാക്ക്, എന്നൊരു ധാരണയിലേക്ക് ഈ കമ്പനി ജീവനക്കാരുമായി എത്തുകയായിരുന്നു. എന്നാൽ ഇത്തവണ അത് പാലിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടില്ല. സാധാരണഗതിയിൽ 24 മണിക്കൂറും സർവീസ് നടത്തുന്ന ആംബുലൻസുകളുണ്ട്. 12 മണിക്കൂർ പകൽ സമയങ്ങളിൽ മാത്രം സർവീസ് നടത്തുന്ന ആംബുലൻസുകളുമുണ്ട്. ഇപ്പോൾ രാവിലെ 8 മുതൽ വൈകുന്നേരം 8 മണി വരെ മാത്രം സർവീസ് നടത്തുന്ന ആംബുലൻസുകളിലാണെങ്കിൽ 2 ജീവനക്കാരാണുള്ളത്. ഒരു ഡ്രൈവറും ഒരു നഴ്സും അടക്കം 2 ജീവനക്കാരാണുള്ളത്. 24 മണിക്കൂർ സർവീസ് നടത്തുന്ന വാഹനങ്ങളാണെങ്കിൽ 4 ജീവനക്കാരുണ്ട്. ഇത്തരത്തിലുള്ള ജീവനക്കാർക്കെല്ലാം ശമ്പളം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആംബുലൻസ് ജീവനക്കാർ സമരത്തിലേക്ക് കടക്കുന്നതാണെങ്കിലും വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ്. കാരണം സംസ്ഥാനത്തെ മുഴുവൻ രോഗികളെയും ബാധിക്കുന്ന, അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ ബാധിക്കുന്ന, അപകടത്തിൽപ്പെടുന്ന ആളുകളെ ബാധിക്കുന്ന വലിയ വിഷയമാണ്. ഇതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഒരു വിശദീകരണം കേന്ദ്ര വിഹിതം ലഭിക്കാത്തതാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു വിശദീകരണമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. എന്താണെങ്കിലും 70 കോടിയോളം രൂപയാണ് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഈ സ്വകാര്യ കമ്പനിക്ക് സർക്കാർ നൽകാനുള്ളത്. ഈ പണം നൽകാത്തത് കൊണ്ട് തന്നെ ജീവനക്കാരുടെ ശമ്പളം നൽകാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ചില വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പോലും നടത്താൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഈ കമ്പനി ഉള്ളത്. സർവീസുകൾ മുടങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും വളരെ ഗൗരവമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനത്തിന്റെ 108 ആംബുലൻസുകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ മുതൽ സർവീസ് മുടങ്ങും, ഇല്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് ആംബുലൻസ് ജീവനക്കാർ അവരുടെ സംഘടന വ്യക്തമാക്കുന്നത്.